അന്ന് ഞാൻ ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയയുമായിട്ട് ഫോണിൽ സംസാരിച്ചു. ഒന്നുമല്ല, ഇവരൊരു തട്ടിപ്പുകാരിയാണ്, എന്നെയൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, ഇവർ പോലും പോയി ചാടരുത് എന്ന ഒരു ഇത് അറിയിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതായിരുന്നു. പക്ഷേ അന്ന് അവർ നമ്മളോട് നേരെ എതിർത്ത് സംസാരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ കുതന്ത്രങ്ങളെല്ലാം ഈ പറഞ്ഞ സുഹൃത്തിൻ്റെ തലയിൽ നിന്നും ഉദിച്ചു വന്നതാണ് എന്ന് നമ്മളൊക്കെ സംശയിക്കുകയാണ്. അമ്മ എന്ന താരസംഘടനയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും അങ്ങയുടെ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, ചില ദുഷ്ടശക്തികൾ ഈ വീഡിയോ ചിലപ്പോൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചേക്കാം. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പ് ഒരു മെയിൻ സ്ട്രീം ചാനലിലോ ഒരു യൂട്യൂബ് ചാനലിലോ അല്ല ഈ വോയിസ് വരുന്നത്, നിങ്ങളുടെ സ്വന്തം യൂഷ്വൽ സൈക്കോ എന്ന ഈ ചാനലിലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, എന്നോട് തന്നെ ഒരു വ്യക്തി വിളിച്ച് സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ കണ്ടതായിരിക്കും. കഴിഞ്ഞ ദിവസം മിഥിലാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയിട്ടിരുന്ന പോസ്റ്റ്. അദ്ദേഹം എഴുതിയിടാനുള്ള ഒരു കാരണം, അൻസിബയുടെ ഒരു സഹോദര തുല്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെയും അൻസിബയെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ ലക്ഷ്മിപ്രിയ കഴിഞ്ഞ ദിവസം കുറച്ച് അപരാധങ്ങൾ പറഞ്ഞിറക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആ ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അത് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ അങ്ങോട്ട് റോസ്റ്റ് ചെയ്യാനോ കീറി മുറിച്ച് ചേച്ചിയെ തെറി പറയാനോ ഒന്നിനും നിൽക്കുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, വിവരക്കേടാ. നിങ്ങൾക്കറിയാം, വീണ്ടും വിവരക്കേട് തന്നെ ആയിരിക്കും സെക്കൻഡ് പാർട്ടിലും വിളിച്ചിരുന്ന് പോകുന്നത്. വയ്യ, നിങ്ങൾ കണ്ടവർക്കറിയാം, ഞാൻ ഒന്നും മിണ്ടുന്നില്ല, അതിനെ അങ്ങോട്ട് മാറ്റിയിരുത്ത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറഞ്ഞതുപോലെ മിഥിലാജ് എഴുതിയിട്ട ആ ഒരു പോസ്റ്റിൽ അദ്ദേഹം ആശ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പറ്റി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, ലക്ഷ്മിപ്രിയയുടെ ഒരു സുഹൃത്ത്. ഈ ആശയെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഒരു വ്യക്തി എന്നോട് വിളിച്ച് സംസാരിച്ചു. ഈ ആശയെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം ഈ ഫാമിലി വ്ളോഗിങ് പരിപാടിയൊക്കെ കാണുന്ന ആളുകളായിരിക്കുമല്ലോ നിങ്ങൾ, കുറച്ച് പേരെങ്കിലും. ഈ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി. അതായത് ഈ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മ പുള്ളിയുടെ വൈഫിനോട് കുറച്ച് മോശമായിട്ടൊക്കെ പെരുമാറി. അതിന്റെ പേരിൽ വലിയ കലഹങ്ങളായിരുന്നു. ലാസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പേരിൽ ആശ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇടപെടുന്നു. ഒരു ഓൺലൈൻ മീഡിയ ചാനലിനെ വിളിച്ചിരുത്തി അവരുടെ ഫ്രണ്ടിൽ ഇരുന്ന് കഥയൊക്കെ പറയുന്നു. അവസാനം പ്രവീൺ ഈ ഒരു സ്ത്രീക്കെതിരെ കൊണ്ട് കേസ് ഫയൽ ചെയ്യുന്നു. അത് കോംപ്രമൈസ് ഒക്കെ ആയെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ആ ആശ ലക്ഷ്മിപ്രിയയുടെ ഒരു സുഹൃത്താണ് എന്നൊരു വ്യക്തി എന്നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മിഥിൽ രാജേട്ടൻ പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അതായത് അൻസിബയോട് ഈ ആശ എന്ന് പറയുന്ന തൃപ്പൂണിത്തുറ ആശ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ലക്ഷ്മിപ്രിയയെ പറ്റി പറഞ്ഞു. എന്നാൽ അൻസിബയ്ക്ക് വലിയ താല്പര്യം തോന്നിയില്ല ഈ സ്ത്രീയോട്, അതുകൊണ്ട് അകറ്റി നിർത്തി. അപ്പൊ അത്ര അഭിപ്രായം ഒന്നും വലുതായിട്ട് ഈ സ്ത്രീയെ പറ്റി പൊതുവെ ആർക്കും ഇല്ല. ആ സ്ത്രീ ലക്ഷ്മിപ്രിയയുടെ കൂട്ടുകാരിയാണ്. ആ സ്ത്രീക്കുള്ളത് പല തരത്തിലുള്ള വൃത്തികെട്ട പരിപാടികളാണ്. ആ പരിപാടികളെ പറ്റി ശരിക്കും ഒരു സാമൂഹ്യ പ്രവർത്തകൻ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർക്കെതിരെ ആദ്യമായിട്ട് കേസ് കൊടുത്ത ഒരു വ്യക്തിയാണ്. ലക്ഷ്മിപ്രിയയുടെ പേരും ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേക്ക്, എന്നിട്ട് എനിക്ക് നിങ്ങളോട് വേറെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ കണ്ടു കാണും, സ്റ്റീഫൻ ദേവസ്യ രാവിലെ വന്ന് മാധ്യമങ്ങളെ കാണുന്നത്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിന്റെയോ എന്തോ ഫ്രണ്ടിലാണ് വന്നിട്ട് കാര്യങ്ങൾ പറയുന്നത്. 13.5 ലക്ഷം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആരും അതിനകത്ത് കൈയിട്ട് വാരിയിട്ടില്ല, ആർക്കും കമ്മീഷനൊന്നും കൊടുത്തിട്ടില്ല എന്ന്. നിങ്ങളെല്ലാവരും വിശ്വസിച്ചോ? അല്ല, 13.5 ലക്ഷം കൊടുത്തു, അല്ലെങ്കിൽ അത് ചേട്ടന് കിട്ടിയിട്ടില്ല എന്നൊന്നും ഞാനും പറഞ്ഞിട്ടില്ല, കിട്ടിയിട്ടുണ്ട്. പിന്നെ കമ്മീഷൻ ആർക്കും കൊടുത്തിട്ടില്ല ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. ചേട്ടന്റെ അക്കൗണ്ടിൽ നിന്ന് ചേട്ടൻ പൈസ എടുത്തിട്ട് വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ തെളിവുണ്ട്, എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തെളിവൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം അല്ലേ? അല്ല, അത് പോട്ടെ, ഇവിടെ അതൊന്നും അല്ല, ആ ഒരു കാര്യത്തിനെ അല്ല പ്രസക്തി. അൻസിബ എന്താ പറഞ്ഞത്? സ്റ്റീഫൻ ദേവസ്യയ്ക്ക് ഇത്രയും എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അത് ബാക്കി എല്ലാവർക്കും വലിയ താല്പര്യമില്ലായിരുന്നു. മനസ്സിലായോ? എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒന്നും വലിയ താല്പര്യമില്ലായിരുന്നു ഇത്രയും പൈസ സ്റ്റീഫന് കൊടുക്കുന്നത്. എല്ലാവരോടും ചോദിക്കാതെ ഒന്നും ആണത് ചെയ്തത്. ചില ആളുകളുടെ സ്വാർത്ഥത പ്രകാരം അല്ലെങ്കിൽ ചില ആളുകളുടെ താല്പര്യ പ്രകാരം നൈസായിട്ട് അങ്ങ് കൊടുത്തു.
ബാക്കി ആരോടും വലുതായിട്ട് ചോദിക്കാതെ. അതാണ് അൻസിബ പറഞ്ഞത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ശ്വേത ചേച്ചി ഈ സ്പോൺസർഷിപ്പ് കണ്ടുപിടിച്ച് കൊണ്ടിരുന്നവർക്ക് ആ സ്പോൺസർഷിപ്പിന്റെ ഒരു 20% അങ്ങനെ ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനെയും എന്തോരം ആളുകൾ എതിർത്തു. അൻസിബയെ എതിർത്തു, ഉണ്ണി ശിവപാൽ എതിർത്തു, കുക്കു പരമേശ്വരൻ എതിർത്തു, ജയൻ ചേർത്തലയെ എതിർത്തു, നീനാക്കുറുപ്പ് എതിർത്തു, സന്തോഷ് കീഴാറ്റൂർ, ഇത്രയും പേരെതിർത്തു ഇല്ലേ? എന്നിട്ടും കഴിഞ്ഞ ദിവസം ലക്ഷ്മിപ്രിയ ചേച്ചി ആ ഇന്റർവ്യൂ, ഇന്നലെ സെക്കൻഡ് പാർട്ട് വന്ന ഇന്റർവ്യൂ, അതിന്റെ ഫസ്റ്റ് പാർട്ടി പറയുന്നുണ്ടായിരുന്നു 15 ലക്ഷം അംബാനിയുടെ അല്ല മറ്റേ അദാനിയുടെ നീ വരാനിരുന്നതാ. ഈ വരുന്നതിനകത്തു നിന്നൊക്കെ 20% കൊണ്ടിരുന്ന ആൾക്കില്ലേ? ശ്വേത ചേച്ചി അതുകൊണ്ടല്ല ഇത്ര ഊഷ്മാളിച്ച് അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നത്. ഊഷ്മളത കാണിച്ച് അവിടെ നിന്നൊക്കെ കൊണ്ടിരുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ലോ. Am I correct? മിസ് ലക്ഷ്മി പ്രിയ എന്താ ആരും ഒന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചോ? അല്ല, ഇനി അതിന് തെളിവ് വേണോ? അതിന് തെളിവ് നമ്മുടെ ഇല്ലേ? സത്യമായിട്ടും ഇല്ലേ? അല്ല, നേരത്തെ കഴിഞ്ഞ ദിവസം ചോദിച്ചതിനുള്ള തെളിവ് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി എൻ്റെ ഈ ചാനൽ വഴി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നും പിന്നെ മുണ്ടിയില്ലല്ലോ അതിനെ പറ്റിയൊന്നും. അല്ല പോട്ടെ, നമുക്ക് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. അതിനു മുമ്പ് ഈ വോയിസ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. എൻ്റെ പേര് ശിവദാസൻ എന്നാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ മേലാറ്റൂർ സ്വദേശിയാണ്. എൻ്റെ ജോലി എന്ന് പറയുന്നത് പത്ര ഏജൻസിയും അതുപോലെ തന്നെ കല്യാണങ്ങളുടെ ഡെക്കറേഷൻ്റെ വർക്കൊക്കെയാണ്. പൊതു പ്രവർത്തന രംഗത്ത് പരിസ്ഥിതി, പുഴ സംരക്ഷണം, അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഇതിലൊക്കെ ഇടപെട്ടുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചു പോരുന്ന ഒരാളും കൂടിയാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊരു വാർത്ത കാണാനിടയായി. ഈ ലക്ഷ്മിപ്രിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ആശ തൃപ്പൂണിത്തറ എന്ന വ്യക്തിയും കൂടി ആ പേജിൽ എഴുതി കണ്ടു. ഈ ആശ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കയ്യിൽ നിന്നും ബഹ്റൈനിൽ അവരുടെ കസിൻ്റെ കെയർ ഓഫിൽ ബഹ്റൈൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വിസ നൽകാമെന്ന് പറഞ്ഞ് 4,60,000 രൂപ തട്ടിയെടുത്ത വ്യക്തിയാണ്. മാത്രമല്ല, എമർജൻസി ആയിട്ട് പോകണമെന്ന് പറഞ്ഞ് പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എൻ്റെ മകനെ റിസൈൻ ചെയ്യിക്കുകയും അവസാനം ഇവിടെ ജോലിയുമില്ല, വിദേശത്ത് പോവുകയും ചെയ്തില്ല. നമ്മുടെ 4,60,000 രൂപ നഷ്ടപ്പെട്ട് കിടക്കുന്നൊരവസ്ഥയിലാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും അതിൽ FIR ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ സുഹൃത്തായിട്ടുള്ള വിഷ്ണു എന്ന വ്യക്തിയിൽ നിന്നും 1.5 ലക്ഷം രൂപയും ഇവർ തട്ടിയെടുത്തിട്ടുണ്ട്. അതിലും FIR ഉണ്ട്. മണ്ണാർക്കാട് സ്റ്റേഷനിൽ FIR ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രസമ്മേളനം ഞാൻ എറണാകുളത്ത് വെച്ച് നടത്തുകയും ആ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് ഒരുപാട് ആളുകൾ നമ്മളെ ബന്ധപ്പെടുന്നത്. ഇവരാരും പരാതികൾ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ചില പരാതികൾ കൊടുത്തത് പോലീസ് സ്റ്റേഷനിലും മറ്റ് സ്ഥലങ്ങളിലും ഒത്തുതീർപ്പാക്കി വിടുന്ന ഒരവസ്ഥയാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളാണ് ആദ്യമായിട്ടൊരു കേസ് ഫയൽ ചെയ്ത് FIR ഇട്ട് രംഗത്ത് വന്നിട്ടുള്ളത്, ഞങ്ങളെയും കൂടി സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും നമ്മളെ ബന്ധപ്പെടുകയുണ്ടായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് പല വോയിസുകളും നമുക്ക് പല ആളുകളും അയച്ചു തന്നത്. ഈ പറയുന്ന ആശ അതീവ രഹസ്യമായിട്ടുള്ള FSLലെ ഉദ്യോഗസ്ഥരെ വിളിച്ച് കേസ് കാര്യങ്ങൾ സംസാരിക്കുന്നതും അതുപോലെ തന്നെ KSFEയുടെ ഓഫീസിലേക്ക് വിളിച്ച് സംസാരിക്കുന്നതും അവരെ ഭീഷണിപ്പെടുത്തുന്നതുമായിട്ടുള്ള വോയിസ് റെക്കോർഡുകളൊക്കെ നമുക്ക് കിട്ടുന്നത്. അവിടെ നിന്നാണ് ഇത് ഈ ലക്ഷ്മിപ്രിയയുമായുള്ള ഒരു
ചിട്ടിയുമായി ബന്ധപ്പെട്ടാണ് ഈ KSFയിലേക്ക് ഇവർ വിളിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും, അന്ന് ഞാൻ ഈ പറഞ്ഞ ലക്ഷ്മി പ്രിയയുമായിട്ട് ഫോണിൽ സംസാരിച്ചു. ഒന്നുമല്ല, ഇവരൊരു തട്ടിപ്പുകാരിയാണ്, എന്നെയൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, ഇവർ പോലും പോയി ചാടരുത് എന്ന ഒരു ഇത് അറിയിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതായിരുന്നു. പക്ഷേ അന്ന് അവർ നമ്മളോട് നേരെ എതിർത്ത് സംസാരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ കുതന്ത്രങ്ങളെല്ലാം ഈ പറഞ്ഞ സുഹൃത്തിൻ്റെ തലയിൽ നിന്നും ഉദിച്ചു വന്നതാണ് എന്ന് നമ്മളൊക്കെ സംശയിക്കുകയാണ്. കാരണം പല വീഡിയോകളിലും പല പോലീസ് ഓഫീസേഴ്സിൻ്റെ ഓഫീസുകളിൽ ചെന്ന് അവരോട് സംസാരിച്ച് പുറത്തിറങ്ങുന്നത് വീഡിയോ എടുത്ത് ചാനലുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ കണക്ഷൻ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അന്ന് ഞാൻ അതിനെ കണ്ടത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവരും ഇവരുടെ ചതിയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. മാത്രമല്ല, ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമസഭാ സാമാജികരുടെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സെക്രട്ടേറിയറ്റിൽ കയറിക്കൂടുകയും വളരെ ചെറിയ സമയം കൊണ്ട് പ്രതിപക്ഷത്തുള്ള മുഴുവൻ ആളുകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടും ഭരണപക്ഷത്തുള്ള ആളുകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടും ഇതെല്ലാം ഫേസ്ബുക്കിൽ കൊടുന്ന് തള്ളുന്നൊരവസ്ഥയും കണ്ടു. ഇതെല്ലാം ഇവർ ചെയ്യുന്നത് ഇവർക്ക് തട്ടിപ്പുകൾ നടത്താൻ, എനിക്ക് ഉന്നത ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ബന്ധമുണ്ട് എന്ന് മറ്റു ജനങ്ങളെ അറിയിക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതെല്ലാം കണ്ടാൽ പൈസ നഷ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മറ്റേ രീതിയിൽ ചതിക്കപ്പെട്ട ആളുകൾ ഇവരോടൊന്നും ഫൈറ്റിങ്ങിന് പോവാതെ, കാരണം ഇവർക്കൊക്കെ വലിയ വലിയ ബന്ധങ്ങളുള്ളതാണ്, നമ്മളതിൻ്റെ പിന്നാലെ പോയി നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല എന്ന ധാരണ ഇന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല തട്ടിക്കൂട്ട് സംഘടനകളുടെയും അല്ലെങ്കിൽ ഇതുപോലെ തട്ടിപ്പുകൾ നടത്തുന്ന മനുഷ്യാവകാശ സംഘടനകളും അല്ലെങ്കിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്നുപോലുള്ള സംഘടനകളിൽ നിന്നെല്ലാം കാശ് കൊടുത്തും അല്ലെങ്കിൽ മറ്റു രീതിയിൽ സാധനങ്ങൾ കൊടുത്തൊക്കെ ഇവർ അവാർഡുകൾ വാങ്ങിക്കൂട്ടി ഇതെല്ലാം ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും പ്രദർശിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു രീതിയിലൂടെയാണ് ഇവരെല്ലാം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തട്ടിപ്പുകളെക്കുറിച്ച് വിശദമായൊരു അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്. ഒട്ടേറെ തെളിവുകൾ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ആ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഉന്നത ഉദ്യോഗസ്ഥരും ആവശ്യമെങ്കിൽ കോടതിയിലും സമീപിക്കാൻ ഒരുങ്ങുകയാണ്. സമൂഹത്തിൽ ഒരുപാട് പാവപ്പെട്ട സ്ത്രീകൾ ഇവരുടെ ചതിയിൽപ്പെട്ടിട്ടുണ്ട്. ബ്ലാങ്ക് പേപ്പറിൽ കയ്യൊപ്പ് മേടിക്കുകയും അതുപോലെ തന്നെ ഓരോ ആളുകളെ അവരെ പറഞ്ഞു പറ്റിച്ച് പല രീതിയിലുള്ള ചൂഷണങ്ങളും നടത്തിയതായിട്ടും നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താലും അതെല്ലാം ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ കൂടി ആണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. കുറച്ച് കാലം മുമ്പ് നിങ്ങൾക്കറിയാം, യൂട്യൂബറായിട്ടുള്ള പ്രവീൺ പ്രണവ് വിഷയത്തിൽ ഇവർ ഇടപെട്ടുകൊണ്ട് കാട്ടിയ ചീറ്റിംഗ് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ഒരു വീഡിയോയിൽ കാണാനിടണ്ടായി, ഒരു മുഖം മറിച്ചൊരു സ്ത്രീയെ കൊണ്ടുവന്ന് ഇവളെ ഞാൻ എൻ്റെ മകളെ പോലെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് കൂട്ടുപിടിച്ച ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇന്ന് ആ കൂട്ടുപിടിക്കപ്പെട്ട ആ സ്ത്രീ അല്ലെങ്കിൽ ആ പാവപ്പെട്ട പെൺകുട്ടി ഇന്ന് എവിടെയാണെന്നുള്ളത് ഒന്ന് അന്വേഷിച്ചാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഉണ്ട് ഒരു സ്ത്രീയും അവരെ കുട്ടികളും മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവരെ ഞാൻ അഭയമന്ദിരത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വോയിസുകൾ ഗ്രൂപ്പുകളിൽ കെട്ടിയിരുന്നു. ആ പെൺകുട്ടി ഇന്ന് എവിടെയാണ് എന്നെല്ലാം നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇതെല്ലാം ഉന്നത ഉദ്യോഗസ്ഥർ
അന്വേഷിച്ച് സത്യാവസ്ഥകൾ കണ്ടെത്തേണ്ടതുണ്ട്. നിയമാനുസരണം ആണോ ഇവരുടെ ഒരു ഓഫീസ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് താഴെ പ്രവർത്തിക്കുന്നത്? ഇവരുടെ ഓഫീസിൽ നിന്നും ആളുകൾക്ക് വിളിക്കുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഓഫീസിൽ നിന്നാണ് എന്നാണ് ഇവർ പറയുന്നത്. അത്തരം വോയിസ് റെക്കോർഡുകളും നമ്മുടെ കയ്യിലുണ്ട്. സത്യത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഓഫീസാണ്. ഇവർക്ക് ഗവൺമെൻറ്റുമായി യാതൊരു ബന്ധവുമില്ല. ഇവർ പല വീഡിയോകളിലും പറയുന്നത് കാണാം, അത് ഞങ്ങളുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറയുന്നത് കാണാം. ഇവർക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? നാട്ടിൽ നടക്കുന്ന കേസുകളിൽ പോയി ഇടപെട്ടുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്താനും അല്ലെങ്കിൽ അതിൻ്റെ എതിർകക്ഷിയെ ഭീഷണിപ്പെടുത്താനൊക്കെ എന്ത് അധികാരമാണുള്ളത്? ഫോക്സോ കേസുകളിൽ പോയി ഇടപെടുക, എന്നിട്ട് ആദ്യം അവരെ കൂടെ നിന്ന് അവരെ അടുത്തു നിന്നുള്ള പരമാവധി വിവരങ്ങൾ എടുത്ത് എതിർ കക്ഷിയിലേക്ക് ചോർത്തി കൊടുക്കുക. ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം പരിപാടികൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ മാരക വിഷം നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് നിയമ പോരാട്ടം നടത്തണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവർ മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്ത് വന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട കുടുംബത്തെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച സംഭവം വരെയുണ്ട്. അന്ന് അവർ വന്നിട്ടുള്ളത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ജഡ്ജാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചെന്നത് എന്നുള്ളതാണ് ആ പരാതിക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അന്ന് ഇവർ അവിടെ ചെന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ പത്രത്തിൽ വാർത്തയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല വോയിസുകളിലും ഇവർ പറയുന്നത് കാണാം, ഞാൻ ഹൈക്കോടതി GPയുടെ കൂടെ 7 വർഷം ജോലി ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് തെറ്റായിട്ടുള്ളൊരു വാർത്തയാണത്. അവിടെ ഏതാനും ദിവസങ്ങൾ അടിച്ചു വാരുന്നൊരു ജോലിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം നിന്ന ഒരു വ്യക്തി ഒരു പ്രമുഖ അഭിഭാഷകനോട് വിളിച്ച് സംസാരിക്കുന്ന വോയിസിൽ പറയുന്നു, ഞാൻ 7 വർഷം ഹൈക്കോടതിയിലെ GPയുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ മാത്രം കൈമുതലാക്കിയ, മനുഷ്യനെ എങ്ങനെ പറ്റിക്കാം എന്നുള്ളതിൽ ഡിഗ്രി എടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ സുഹൃത്ത് എന്ന് പറയുന്ന ആൾ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. കൂടുതലായിട്ട് ഞാൻ ഇനി ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനിയും വീണ്ടും ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ആ കാര്യത്തിലേക്ക്, സ്റ്റീഫൻ ദേവസ്യ ചേട്ടാ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ അതോ നല്ല പുള്ളിങ്ങി കിട്ടിയോ രാവിലെ വന്ന് കഥ പറയാൻ? അല്ല, ചേട്ടൻ്റെ കഥ പറച്ചിൽ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ചേട്ടാ, പൈസയൊക്കെ ചേട്ടന് കിട്ടിയിട്ടുണ്ട്. കൊടുത്തിട്ടില്ല എന്ന് ചേട്ടൻ പറയരുത്. കൊടുത്തതിന് ചേട്ടൻ്റെ തെളിവൊന്നുമില്ല, ചേട്ടൻ ആ പൈസ വന്നത് മാത്രം. അത് പക്ഷേ എങ്ങനെ ചിലവാക്കണമെന്ന് ചേട്ടൻ അറിയാം. ബാങ്ക് വഴി പൈസ എടുത്തിട്ട് ഇത് സംഘടിപ്പിച്ചവന് അല്ലെങ്കിൽ ചേട്ടനെ മുട്ടിച്ചവർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ ആർക്കും തെളിയിക്കാൻ പറ്റത്തില്ല. പക്ഷേ ചേട്ടന് കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേ? ഒരു പെൺകുട്ടിക്കെതിരെയാണ് ഇവിടെ കുറേ എണ്ണം കിടന്നുകൊണ്ട് മറ്റേ കൊലവിളി നടത്തുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അത്യാവശ്യം നാട്ടുകാർക്കൊക്കെ മനസ്സിലായി ചേട്ടാ. പിടികിട്ടിയോ? നിങ്ങളെപ്പോലുള്ള ആളുകളൊന്നും ഇതിലൊന്ന് കൂട്ടു നിൽക്കാതിരിക്കുക. പിന്നെ ലക്ഷ്മിപ്രിയയുടെ കേസ് അതിനും വിശദീകരിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം എന്താ നമ്മുടെ ഭാഗ്യലക്ഷ്മി കേൾക്കുന്ന ഇവരുടെ ഈ ഇന്റർവ്യൂ കണ്ട എല്ലാ ആളുകളും, സിനിമ ഫീൽഡിൽ നിന്നുള്ളവരാണെങ്കിലും ശരി പുറത്തു നിന്നുള്ളവരാണെങ്കിലും ശരി, ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുണ്ട്, സ്ത്രീയാണോ നീ? നീ ഇപ്പോൾ അൻസിബയ്ക്ക് ഇനി വേറെ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നീ ആരാ അതിനകത്ത് ഇടപെടാൻ? നീ എന്തിനാ അത് ചോദിക്കാൻ പോകുന്നത്? നീ അവളുടെ റൂമിൽ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ ആരാ പോയി ആധാർ കാർഡ് ചോദിക്കാൻ? അതേ എനിക്കൊക്കെ ചോദിക്കാറുള്ളൂ. നീ ആരാ? നീ ദൈവം തമ്പുരാൻ നേരിട്ട് ഇറക്കി വിട്ടതാണോ നിന്നെ അൻസിബയുടെ കാര്യങ്ങളൊക്കെ തിരക്കാൻ, അൻസിബയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ? നാണമില്ലേ? നാണം. അത്രേ ചോദിക്കാറുള്ളൂ. എന്തോ വലിയ കാര്യം ചെയ്ത കണക്കായിരുന്നു പല കഥകളും പറയുന്നത്. നിന്റെ കൂട്ടുകാരിയൊക്കെ എന്താണെന്ന് നീ അറിഞ്ഞല്ലോ അല്ലേ? ആ വ്യക്തി ഇനിയും ഇഷ്ടം പോലെ അതാ ഈ ഫോണിലേക്ക് ആ പുള്ളി അയച്ചു തരുന്ന തെളിവുകളുണ്ടല്ലോ, തുരാന്ന് പറഞ്ഞ് എനിക്ക് എല്ലാം കൂടെ വീഡിയോയിൽ കാണിക്കാൻ വയ്യ. അതുകൊണ്ടാ
തുരാന്നും പറഞ്ഞ ആ മനുഷ്യൻ ഇഷ്ടം പോലെ സാധനങ്ങൾ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. കുറെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണമെന്നുണ്ടായിരുന്നു, വയ്യ, നിങ്ങൾക്ക് വെറുപ്പാവും. അതുപോലെയാണ് ആ മനുഷ്യൻ അയച്ചു തരുന്നത്. ഈ ഓഡിയോയിൽ നിങ്ങൾ കേട്ട് കാണും, ഒരു പെൺകുട്ടിയുടെ ഒരു ഇന്റർവ്യൂ ഒരു കൂടെ ഇരുത്തിയിട്ട്, എങ്ങോട്ടൊക്കെയാണോ ഈ പെൺകുട്ടികളെയൊക്കെ കടത്തുന്നത്, എങ്ങോട്ടൊക്കെ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കേട്ടു, ലക്ഷ്മിപ്രിയയ്ക്ക് പോലും പല ദുബായ് ഇടപാടുകൾ അറിയത്തില്ലടേ. അല്ല, വന്നിരുന്ന അൻസിബയെ നിനക്ക് അങ്ങോട്ട് പറയാം, നിന്നെ ഒന്നും പറയരുത്, അയ്യോ വിറക്കണം ഞങ്ങൾ, അല്ലയോ നിനക്ക് എന്തും വിളിച്ചു കൂവാ, ഒരു തെളിവില്ല, അതുകൊണ്ട് എല്ലാം ഉണ്ടെന്ന് പറയത്തില്ല. അതുപോലെ എൻ്റെ ഉണ്ട് മോളെ ലക്ഷ്മിപ്രിയ ചേച്ചി, മനസ്സിലായോ? ഇതിനകത്ത് മൊത്തം കിടപ്പുണ്ട്, എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, ഇഷ്ടം പോലെ. അതെ ഇങ്ങനെ മൊത്തം നിനക്കെതിരെയുള്ള തെളിവുകളാ. പിടികിട്ടിയോ? അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാർക്കെതിരെയുള്ള പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട്. അല്ല, പിന്നെ നിന്നെ ഒന്നും പൊക്കാൻ പറ്റത്തില്ലല്ലോ, വലിയ പിടിപാടുകളാണല്ലോ, അല്ലേ? അതുകൊണ്ടല്ലേ കുത്തിയിരുന്ന പെണ്ണിനെ അവരായിച്ചിട്ട് ആ പെണ്ണുകൊണ്ട് കേസ് കൊടുക്കാൻ ചെന്നപ്പോഴും വെളിയിൽ നിന്നൊക്കെ വിളിച്ചു പറയേണ്ട വന്നു. അല്ലാതെ പോലീസ് മാമ്മമാർക്ക് കേസെടുക്കാൻ പറ്റില്ലെന്ന്, റെസിപ്റ്റ് പോലും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവളുടെയൊക്കെ പിടിപാട്. ഈ ആശ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ തന്നെ കേട്ടല്ലോ നിങ്ങൾ വോയിസിൽ. ഞാൻ തമ്മിൽ വേണമെങ്കിൽ ഫോട്ടോ കൊടുത്തേക്കാം, എല്ലാവരുമായിട്ട് ഫോട്ടോ ഒക്കെ നിന്ന് എടുത്ത്. അതാകുമ്പോൾ പാവങ്ങളെ പറ്റിച്ചു കഴിഞ്ഞാൽ പാവങ്ങൾ ആരെടുക്കലും ചെല്ലത്തില്ല, കാരണം ഇവക്കൊക്കെ വലിയ പിടിപാടുണ്ടെന്ന് പറഞ്ഞ് പോകത്തില്ല. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഇതുപോലത്തെ കുറെ ഫ്രോഡ് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്, അല്ലേ? ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇതിനെയൊക്കെ ടിനി ടോമേറ്റായി എവിടെ? എല്ലാത്തിനകത്തൊന്നും പുറത്തിറങ്ങിയല്ല, അങ്ങ് മാറി നിൽക്കുവാ ഒത്തിരി വാവാ, അല്ലയോ? ലക്ഷ്മിപ്രിയ മണ്ടി അവളെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് അവള് പിന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നടക്കും, എന്തെങ്കിലുമൊക്കെ വായി തോന്നി വിളിച്ചു പറയും, നാട്ടുകാർ മൊത്തം അവളുടെ പറയാൻ വെക്കോളും. എനിക്ക് ആ ഗ്യാപ്പിൽ നൈസായിട്ട് അങ്ങ് മാറി നിൽക്കാം. ആ മുടി മാറി നിൽക്കുമല്ലയോ ചേട്ടൻ? പുറകെ നിന്ന് കളി കണ്ട് രസിക്കുക അല്ലേ? അല്ല, ചേട്ടനെതിരെ പിന്നെ ഇവിടെ ഒന്നും നടക്കത്തില്ലല്ലോ, ബട്ട് ആ ടീമാണല്ലോ. സിനിമയില്ല, ഒരു തേങ്ങയില്ല, പക്ഷെ കാറും ഉണ്ട്, മറ്റേ മസ്താങ്ങും ഉണ്ട്, പെട്രോൾ അടിച്ച് നടക്കാൻ. ഇതൊക്കെ എവിടുന്നാ ചേട്ടാ? ഇതൊക്കെ എവിടുന്നാ? കുടുംബ പാരമ്പര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? അയ്യോ, നമ്മൾ നിങ്ങളുടെ അതിനകത്തോടൊന്നും വരുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ജനങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി, ഇവനൊക്കെ എവിടുന്നാ ഇതൊക്കെ എന്നൊക്കെ ഉള്ള ചോദ്യം വരും. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ അത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.